മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, മുത്തുനബി തങ്ങളും ഞാനും ഒരുമിച്ച് ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു നീങ്ങുമ്പോൾ മുത്തുനബി തങ്ങൾ വല്ലാതെ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, യാ സൗബാൻ, ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശിക്ഷകൾ ലഘൂകരിക്കപ്പെടാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒരു ദിവസം ഇവർ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയും ഒരു ദിവസത്തെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഒരു പകല് നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് ഇവർക്ക് സ്വർഗം ലഭിക്കുമായിരുന്നു. ഇത് കേട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് ചോദിച്ചു, ഒരു ദിവസം നോമ്പെടുത്തത് കൊണ്ട്, ഒരു ദിവസം നിന്ന് നിസ്കരിച്ചതുകൊണ്ട് ഇത്രയും ശിക്ഷകളൊക്കെ പൊറുക്കപ്പെടുമോ നബിയെ? അല്ലാഹു നരക ശിക്ഷകളെ ഒഴിവാക്കി കൊടുക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി, മാമിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ യസൂമു യൗമൻ മിൻ റജബിൻ വയഖൂമു ലൈലൻ. ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഒരു പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനത സൗമ നഹാരിഹ വഖിയാമ ലൈലതി. ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലവും ഒരു വർഷം നിന്ന് നിസ്കരിച്ച പ്രതിഫലവും അള്ളാഹു അവർക്ക് എഴുതപ്പെടുന്നതാണ്. എത്രമാത്രം പ്രതിഫലങ്ങളാണ് ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത്. നബിതങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നാളെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, യാ സുവാമ റജബിൻ ഉദ്ഖുലുൽ ജന്നത ഫീ ജിവാരില്ല. റജബിൽ നോമ്പെടുത്തവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിലായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നമ്മളൊക്കെ ഓരോ ദിവസവും ഒട്ടനവധി പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഈ പരിശുദ്ധമായ റജബിനെ വേണ്ടതുപോലെ നാം ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ നാളെ ആ കാരണം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധ്യമായേക്കാം. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കുമാറാകട്ടെ.